ഹലോ ഗൈസ്, എല്ലാവർക്കും ബോയ്ക്കോട്ട് പൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ ഇന്നേ വരെ റിലീസായാൽ വെച്ച് ഏറ്റവും വലിയ സിനിമയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. രാമായണം. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഈ സിനിമ എത്രത്തോളം വലിയ സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു 3 പാർട്ട് മൂവിയാണ്. ആൻഡ് ഇതിന്റെ ബഡ്ജറ്റ് കേട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ട പൊളിയും. കാരണം ഇതിന്റെ ബഡ്ജറ്റ്, അതായത് 3 പാർട്ടും കൂട്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4500 കോടിയാണ്. അതായത് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അവതാർ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ലോകത്ത് ഇറങ്ങിയ വെച്ച് ഏറ്റവും ബെസ്റ്റ് VFX ഉള്ള സിനിമയാണ്. ആ സിനിമയുടെ ബഡ്ജറ്റ് എത്ര എന്നറിയോ? 2900 കോടി. അതായത് ഈ ലോകത്ത് ഇറങ്ങിയ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹോളിവുഡ് സിനിമയിനേക്കാളും ബഡ്ജറ്റ് ഒരു ഇന്ത്യൻ സിനിമ. രൺവീർ കപൂർ രാമനായിട്ടും നമ്മുടെ റോക്കിംഗ് സ്റ്റാറായ യാഷ് രാവണനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഗൈസ്. ആൻഡ് നമ്മുടെ സായി പല്ലവിയാണ് ഈ സിനിമയിൽ സീതയായിട്ടാണ് അഭിനയിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ആക്ടേഴ്സ് ആണ് ഇതിൽ മെയിൻ ലീഡ് ആന്റഗണിസ്റ്റും ആയിട്ട് അഭിനയിക്കുന്നത്. യാഷ് രാവണനായിട്ട്, രൺവീർ കപൂർ രാമനായിട്ട് അതെനിക്ക് അറിയത്തില്ല അതെങ്ങനെയായിരിക്കും വരികയെന്ന്. പക്ഷെ സായി പല്ലവി സീതയായിട്ട് അതാണ് എനിക്ക് പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് തോന്നിയത്. കാരണം സായി പല്ലവി ഇന്നേ വരെ ഒരു എക്സ്പോസീവ് കൈൻഡ് ഓഫ് റോൾസോ ഒരു അഡൾട്ട് കോമഡി ഉള്ള ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഡാൻസ് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും കാണിക്കാത്ത ഇന്ത്യയിൽ ആകെ ഒരു ആക്ട്രസ് സായി പല്ലവിയാണ്. നമ്മുടെ പുഷ്പില് ഫസ്റ്റ് ശ്രീവല്ലിയായിട്ട് സായി പല്ലവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അർജുൻ റെഡ്ഡിയിലെ മറ്റേ ഹീറോയിനായിട്ട് സായി പല്ലവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സായി പല്ലവി ഇതുപോലുള്ള എക്സ്പോസീവ് ആയിട്ട് റോൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വലിയ പാനിന്റെ സിനിമകളൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാസ്റ്റ് തന്നെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റായി തോന്നിയത് സായി പല്ലവി. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമിത് മനോത്രയാണ്. പുള്ളി മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ബ്രഹ്മാസ്ത്ര, പിന്നത്തെ ഗാർഫീൽഡ് മൂവി എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് സിനിമ, അതും പ്രൊഡ്യൂസ് ചെയ്തത് ഈ പുള്ളിയാണ്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് പുള്ളിക്ക് ഒരു VFX കമ്പനി ഉണ്ട്. പ്രൈം ഫോക്കസ് വേൾഡ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആൻഡ് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു 10 VFX ടോപ്പ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തു കഴിഞ്ഞു പറഞ്ഞു ആ 10 കൂടുതൽ സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ കമ്പനിയാണ്. ഡ്യൂൺ പാർട്ട് 2, ടെനറ്റ്, ബ്ലേഡ് റണ്ണർ, പിന്നെ നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ, ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകളുടെ VFX ചെയ്തിട്ടുള്ളത് ഈ കമ്പനിയാണ്. ആൻഡ് ഇയാളുടെ ഈ സ്വന്തം കമ്പനി തന്നെയാണ് രാമായണ VFX ചെയ്യുന്നത്. അതിന് പുള്ളിയുടെ വിഷൻ എന്ന് പറയുന്നത് ഈ രാമായണം എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി ഇന്ത്യയിൽ നിന്ന് റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറി ഗ്ലോബലിൽ ഫുള്ളും കൊണ്ടെത്തിക്കുക എന്നാണ് പുള്ളിയുടെ വിഷൻ എന്ന് പുള്ളി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇത്രയ്ക്ക് എഫേർട്ട് ഇട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രാമായണയുടെ ടൈറ്റിൽ ടീസർ തന്നെ യൂട്യൂബിനകത്ത് ഉണ്ട്. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ VFX ക്വാളിറ്റി തന്നെ ആ ഒരു ടൈറ്റിൽ ടീസർ തന്നെ ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ടൈറ്റിൽ ടീസറാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ഗൈസ്, ഈ ഒരു സിനിമ ആദിപുരുഷ് പോലെ ബായ്മാരുടെ ബോംബാവാൻ ഒരു ചാൻസും ഇല്ല VFXന്റെ കാര്യം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റ് ഉണ്ടായാലും ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് VFX ടീം ഉണ്ടെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ടറാണ്. ഡയറക്ടർ ഇസ് ദ ഷിപ്പ് ഓഫ് ദ ക്യാപ്റ്റൻ. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ നോക്കിയാൽ മനസ്സിലായത് നിതീഷ് തിവാരി എന്നാണ് പുള്ളിയുടെ പേര്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ ഏതാ വെച്ച് പറഞ്ഞാൽ ഡങ്കൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ. പിന്നെ ചെയ്തിട്ടുള്ള ചിച്ചോരി വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാണ്. പണി അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി 10 കൊല്ലം വരെ പ്രീ പ്രൊഡക്ഷന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷെ പുള്ളിയാണെങ്കിൽ അധികം ആക്ഷൻ സിനിമകളൊന്നും എടുത്തിട്ടില്ല. ആക്ഷൻ സിനിമകൾ എടുത്തിട്ടേ ഇല്ല. കുറച്ചെങ്കിലും ആക്ഷനുള്ള ദങ്കലാണ്. ആ ദങ്കൽ അടിപൊളി സിനിമയാണ്. ചിച്ചോറി നല്ലൊരു സിനിമയാണ്. പക്ഷേ രാമായണം എന്ന് പറയുന്നത് ഒരുപാട് വാർ സീക്വൻസ് ഉണ്ടാവും, ഒരുപാട് ആക്ഷനും ഉണ്ടാവും. സോ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഹി ഹാസ് ടു പ്രൂവ്. ബട്ട് പക്ഷെ പുള്ളിയുടെ ജീവിതത്തെ 10 കൊല്ലം ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അതും പ്രീ പ്രൊഡക്ഷൻ. അപ്പോൾ പുള്ളിയുടെ ഡെഡിക്കേഷൻ ലെവൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡയറക്ടർ വിശ്വാസമുണ്ട്. ആൻഡ് ഈ പടത്തിലെ സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളി നേരെ ഓപ്പോസിറ്റ് ആണ് ഗൈസ്. പുള്ളി ആക്ഷൻ സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ബോളിവുഡ് ഫസ്റ്റ് പാർട്ട്, പിന്നെ പത്താൻ, പിന്നെ മറ്റേ CID എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ ഹിന്ദിയിൽ, നമ്മുടെ കൈരളി TVയിലൊക്കെ ഡബ്ബായിട്ട് വരും. ആൻഡ് ഈ സിനിമകളുടെ ഒക്കെ റൈറ്റർ നല്ലൊരു റൈറ്ററാണ്. ഓക്കെ, നമ്മുടെ കാസ്റ്റ് കഴിഞ്ഞു, ബഡ്ജറ്റ് കഴിഞ്ഞു, പ്രൊഡ്യൂസർ കഴിഞ്ഞു, ഡയറക്ടറും കഴിഞ്ഞു. ഇനി നമ്മുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ വരികയാണെങ്കിൽ ഇവിടെയാണ് ഗൈസ് ഞാൻ വായും പൊളിച്ച് നിന്നത്. പുള്ളി ചെയ്തിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റെല്ലാർ, ബാറ്റ്മാൻ vs സൂപ്പർമാൻ, മാൻ ഓഫ് സ്റ്റീൽ, കുൻഫു പാൻഡ, പൈററ്റ്സ് ഓഫ് കരീബിയൻ, ബാറ്റ്മാൻ റൈസസ്. ആൻഡ് പുള്ളി ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക BGM ഫേമസ് ആണ്. പൈററ്റ്സ് ഓഫ് കരീബിയനിൽ ഇന്റർസ്റ്റെല്ലാറിലെ BGM ഒക്കെ ഗോൾഡാണ്. പിന്നെ നമ്മുടെ ഹാൻസ് സിമർ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ലെജൻഡായ AR റഹ്മാനും കൂടിയിട്ടാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. അതായത് ഒരു സിനിമയ്ക്ക് 2 മ്യൂസിക് ഡയറക്ടറാണ്. 2 മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ലെജൻഡ് ചേർന്നിട്ടാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്. സോ ആ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഗൈസ്. ആൻഡ് ഇതിന്റെ മറ്റേ ടൈറ്റിൽ ടീസറിൽ BGM എനിക്ക് അത്ര വലിയ ഇംപ്രസീവ് ആയി തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ എക്സ്പെക്ടേഷൻ ഇവിടെയാണ്. 2026 നവംബർ ദീപാവലിയുടെ അന്നാണ് ഇവർ റിലീസ് ചെയ്യാൻ പ്ലാൻ എന്നാണ് ഇവർ പറയുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനി VFX നടന്നുകൊണ്ടിരിക്കും. അതായത് ഒരു കൊല്ലം പ്രീ പ്രൊഡക്ഷൻ VFXന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസറിനെയും നമ്മുടെ യാഷിന്റെയും മെയിൻ വിഷൻ എന്ന് പറയുന്നത് തന്നെ, യാഷിൻ കോ പ്രൊഡ്യൂസറാണ്, പുള്ളിയുടെ മെയിൻ വിഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു രാമായണം എന്ന് പറഞ്ഞൊരു ഇന്ത്യയിൽ റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി ഗ്ലോബലിലേക്ക് എത്തിക്കാനാണ്. സോ വാനം ബ്രോസോ 24 ഫോക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്ലോബൽ സ്റ്റുഡിയോത്തിന് ഡിസ്ട്രിബ്യൂഷൻ കൂടെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ഈ സിനിമ ഉറപ്പാണ് ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ RRR സിനിമകളൊക്കെ പോയിട്ട് ഗ്ലോബലി അമേരിക്കയിലും
ജപ്പാനിലൊക്കെ പോയിട്ട് ഒരുപാട് കളക്ഷനൊക്കെ അവിടെയൊക്കെ ട്രെൻഡ് ആയതാണ്. സോ അവരൊക്കെ ഇന്ത്യൻ മൂവീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറയുന്നത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അനിമി സ്റ്റൈലുള്ള സിനിമയാണ്, കുറച്ചും കൂടി മാസാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പുഷ്പ 2 ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. സീരിയസ്ലി ഇതൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആയിട്ടുള്ള കാര്യമാണ്. പറയാണ്ട് ഇന്ത്യയിൽ റൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ട് ഇന്ത്യക്കാർ എന്തായാലും ഇതിന് 1000 കോടി ക്ലബിൽ കയറ്റും, അത് ഷുവറാണ്. റീസെന്റ് നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ ഗൈസ്, ലൈക്ക് എല്ലാം ഒരു ട്രെൻഡ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഇന്ത്യൻ ഹിന്ദു കൾച്ചറും ഇതും സിനിമയും കൂടി മിക്സ് ചെയ്യണത്, ലൈക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ബട്ട് എല്ലാ സിനിമയിലും കൊണ്ടുപോയിട്ട് ഈ ഹിന്ദു മിത്തോളജി മിക്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടോന്നാണ് ഞാൻ നോക്കുന്നത്. ഒരു സിനിമ ഹിറ്റായി എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും കൊണ്ടുപോയിട്ട് ഭക്തി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഈ തെലുങ്ക് ഇൻഡസ്ട്രി മെയിൻലി ഒരു ഭക്തി ഇൻഡസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ചാനലിൻ്റെ വേറൊരു കിടിലൻ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ ഗൈസ്.